ഇനി എല്ലാത്തിനും ടോളാണ്. ഇപ്പൊ കേന്ദ്രത്തിന്റെ നാഷണൽ ഹൈവേയിൽ കിടന്ന ടോള്, കിഫ്ബി റോഡിൽ കിടന്ന ടോള്, അതായത് മുമ്പ് പറഞ്ഞത് പറന്നു പോണ്ടി വരും മനുഷ്യൻ, അല്ലെങ്കിൽ ട്രെയിനിൽ പോണ്ടി വരും. അപ്പൊ കിഫ്ബിനെ ഇന്ന് പ്രഖ്യാപിച്ച ഒന്നിലും തന്നെ ഒരു കാര്യമില്ല. പിന്നെ തിരുവനന്തപുരം മെട്രോ, കൊച്ചി മെട്രോ, അല്ല കോഴിക്കോട് മെട്രോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെ എന്തായാലും രൂപം ഒന്നും ആയിട്ടില്ല അതുവരെ. അതിന്റെ ഒരു പ്ലാൻ പോലും ഇതിനെ തയ്യാറാക്കിയില്ല, നീക്കി വെച്ചിട്ടുണ്ട് തുക. അതെങ്ങനെ ചെലവഴിക്കാൻ കഴിയും? പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. എന്താണ് ഒരു വർഷത്തേക്ക്? ചിലർ പറയുന്നുണ്ട്, ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടിട്ടുള്ള ബഡ്ജറ്റാണ്. ഒരു കണക്കിന് ശരിയാ, എന്താ കയ്യിൽ കാശില്ല, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പരാജയം മുൻകൂട്ടി അംഗീകരിച്ച പോലെയാണ് ഈ ബഡ്ജറ്റ് വായിച്ചപ്പോൾ തോന്നുന്നത്. സാധാരണ അധികാരത്തിൽ വരാൻ ആഗ്രഹമുള്ളവര് അറ്റ്ലീസ്റ്റ് ക്ഷേമ പെൻഷനെങ്കിലും കൂട്ടാതിരിക്കില്ല. ഒരു പൈസ പോലും കൂട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ ഒരു സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കാൻ കാശുണ്ട്, സാധാരണക്കാരന് കാശില്ല. ആ അവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇതിനെ ഞാൻ 2.5 മണിക്കൂർ പ്രസംഗം ഞാൻ കണ്ടപ്പോ ടി വിയിൽ കണ്ടതാണ്. ചില മന്ത്രിമാര് എന്നെ കിടന്നുറങ്ങുന്നതാണ്. അതൊരു, ഞാൻ ആരും കുറ്റം പറയല്ല, സാധാരണ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഒരു ഒഴുക്കം ഒരു ഒഴുക്കില്ല. ആകെ ഇപ്പോ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂര് വന്നിട്ട് തിരിച്ച് കാസർഗോഡേക്ക് തന്നെ പോകുന്നുണ്ട്. കാസർഗോഡ് നിന്ന് നേരെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും തിരിച്ച് ഇടുക്കിക്ക് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു എന്താ പറയേണ്ട ഒരു, അത് അടുക്കും ചിട്ടയില്ലാത്ത ഒരു ബഡ്ജറ്റ് പ്രസംഗം. ചില ആൾക്കാരൊക്കെ ടി വിയിൽ പറയുന്നുണ്ട് ബോറാണ്. അതിന്റെ മന്ത്രിമാരെ ഉറങ്ങുന്ന കണ്ടപ്പോ ആ കാര്യം ഉറപ്പായി, അവർക്കും ബോറടിക്കുന്നു. പിന്നെ ബഡ്ജറ്റ് കഴിയുമ്പോൾ ഉള്ള റിയാക്ഷൻ ഞാനത് നോക്കുകയായിരുന്നു ചാനലിലൊക്കെ. എല്ലാവർക്കും ഒരു നിരാശയാണ് എല്ലാ ഫീൽഡിലുള്ളവരുടെയും കാണാൻ കഴിയും. അപ്പോൾ ജനങ്ങളെ നിരാശപ്പെടുത്തിയ ഒരു ബഡ്ജറ്റാണ് പിണറായി വിജയൻ സർക്കാരിന്റെ, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ്. പൂർണ്ണമായും ധനപരമായിട്ടുള്ള ഒരു പ്രതിസന്ധി അംഗീകരിച്ചുകൊണ്ട് ഒരു വിടവാങ്ങലിന്റെ സ്വരത്തിലാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിന് ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതിലെ ഭൂനികുതി വർദ്ധിപ്പിച്ച കാര്യത്തിൽ UDF അടിയന്തരമായി തന്നെ ചേർന്ന് അതിനെതിരായി ശക്തമായിട്ടുള്ള നീക്കണം. 50% പറഞ്ഞത്. ഏതാ? അതെ, നല്ല പ്രഖ്യാപനം. അതോടുകൂടിയിട്ട് നട്ടലുകൂടി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് പ്രതിപക്ഷകരായ സൂചന വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ മറ്റ് പ്രഖ്യാപനങ്ങൾ പോലെയല്ല, ജനത്തിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അതിൽ ശക്തമായിട്ടുള്ള സമരം തന്നെ UDFന്റെ ഭാഗത്തുണ്ടാവും. ആ സൂചന ഇന്ന് പ്രതിപക്ഷ നേതാവ് നൽകി.